ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട അനുജന്മാരെ, അനുജത്തിമാരെ, നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മുടെ അധ്വാനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും മറ്റുള്ളവർ അധ്വാനിക്കുന്നത് നമ്മളിങ്ങനെ ബഹുമാനിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. നിങ്ങളൊരു അസൈൻമെൻ്റ് ഒക്കെ തന്നു കഴിഞ്ഞ ഒരാഴ്ച അല്ലേ. കുറഞ്ഞ പക്ഷം എപ്പോഴും അധ്വാനിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കുറഞ്ഞ പക്ഷം നമ്മുടെ മുൻപിൽ ഭക്ഷണം കൊണ്ടുവെക്കുമ്പോൾ, നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ അതിന് കാരണക്കാരായിട്ടുള്ള, അതവിടെ എത്തുവാൻ കാരണക്കാരായ എല്ലാവർക്കും വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചോ എന്ന് ചോദിച്ചു പോവുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കും, എനിക്കറിയാം, നിങ്ങൾ നല്ല അനുസരണയുള്ള നല്ല പിള്ളേരല്ലേ, നിങ്ങൾ പ്രാർത്ഥിക്കും. അപ്പോൾ അങ്ങനെ ഇനിയും അത് തുടരണം. നമുക്കപ്പോൾ ഇന്നത്തെ നമ്മുടെ പാഠത്തിലേക്ക് നമുക്ക് കിടക്കാം. നമ്മൾ അധ്വാനത്തിൻ്റെ മഹാത്മ്യം എന്ന പാഠത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ ഒരു അധ്യാപക ദിനത്തിന് അല്ലെ, അധ്യാപകരെയൊക്കെ നമ്മളിങ്ങനെ ബഹുമാനിക്കുന്ന ഒരു പ്രോഗ്രാമുണ്ട് അല്ലെ. നമ്മുടെ ടീച്ചേഴ്സിനെയൊക്കെ തന്നെ തീർച്ചയായിട്ടും നമ്മുടെ ഗുരുഭൂതന്മാരാണ്, നമ്മളവരെ ആദരിക്കണം. ടീച്ചർമാർക്ക് ഒത്തിരി ഒരു മനസ്സിനൊരു സന്തോഷം നൽകുന്ന കാര്യമാണ്. കാരണം നമ്മൾ പഠിപ്പിച്ച കുഞ്ഞുങ്ങൾ നമ്മളെ വളരെ സ്നേഹത്തോടെ വിളിക്കുന്നു, അല്ലെങ്കിൽ ആശംസകൾ അറിയിക്കുന്നു. നല്ല കാര്യം, നമ്മളെല്ലാവരെയും ബഹുമാനിക്കണം, അധ്യാപകരെയും ബഹുമാനിക്കണം. പക്ഷേ ഞാൻ ഒരു മനോഹരമായിട്ടുള്ള ഒരു ചടങ്ങ് കണ്ടിട്ടുണ്ട്, ഇതുപോലൊരു ആദരിക്കൽ ചടങ്ങ്. അപ്പം ആ ചടങ്ങ് എന്ന് പറയുന്നത് എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിട്ടുള്ള ഒരു കൊച്ചച്ഛൻ, അച്ഛനൊരു പള്ളിയിലെ വികാരിയച്ഛനാണ്. അപ്പം അച്ഛനൊരു ഹൈ റേഞ്ച് മേഖലയിലുള്ളൊരു പള്ളിയിലാണ്. അപ്പം അച്ഛൻ്റെ ഇടവക, ചെറിയ ഇടവക. അപ്പോൾ ഇടവക ദിനത്തിന് അച്ഛൻ എന്നെ വിളിച്ചു. ഞാൻ ഒന്നുമല്ല, ഇടവക ദിനത്തിന് വന്ന് പള്ളിയിലൊക്കെ ഒന്ന് കാണാൻ ഒന്ന് സന്തോഷം വരാൻ പറഞ്ഞ് ഞാൻ ചെന്നു. അപ്പോൾ അവിടെ അന്ന് നടന്നൊരു ചടങ്ങ് ഞാൻ കണ്ടതാണ്, ഒരു ആദരിക്കൽ ചടങ്ങാണ്. ആ ആദരിക്കൽ ചടങ്ങിനകത്ത് അച്ഛൻ ആദരിച്ച വ്യക്തികളെന്ന് പറയുന്നത് അധ്യാപകരുണ്ട്, ആ ഇടവകയിലെ നേഴ്സുമാരുണ്ട്, ആ ഇടവകയിലെ ഡോക്ടറുണ്ട്, ആ ഇടവകയിലെ കൃഷിക്കാരുണ്ട്. അതുകൂടാതെ ആ ഇടവകയിൽ തന്നെയുള്ള ഈ നമ്മൾ ദിവസ വേതനത്തിന് ജോലിക്ക് പോകുന്ന പ്രായമായ 2 അച്ചായന്മാരുണ്ടായിരുന്നു. അതുപോലെ തന്നെ വീട്ടുജോലിക്ക് മറ്റു വീടുകളിൽ പോയി സഹായിക്കാൻ പോകുന്ന 2 അമ്മച്ചിമാർ, 2 അമ്മമാരും ഉണ്ടായിരുന്നു. ഇവരെല്ലാമാണ് അച്ഛൻ ആദരിച്ചത് ആ വേദിയിൽ. അതിനുശേഷം എനിക്ക് ഏറ്റവും ഹൃദയസ്പർശിയായിട്ട് എനിക്ക് തോന്നിയത്, അച്ഛൻ ഇവരുടെ എല്ലാവരുടെയും കാല് തൊട്ട് വന്നിച്ച് ഇടവകയ്ക്ക് മുഴുവനും വേണ്ടി അവരുടെ അനുഗ്രഹം മേടിക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും അധ്വാനത്തെ ബഹുമാനിക്കുന്ന ഒരു വലിയ മനോഭാവം അവിടെ കണ്ടത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തി അവിടെ തന്നെയാണ്. ഈ അധ്വാനം എന്ന് പറയുമ്പോഴത്തേക്കിനും അത് ഏത് ജോലിയാണെങ്കിലും നമ്മൾ ബഹുമാനിക്കേണ്ടതാണ്. ഏത് ജോലിയാണെന്നുണ്ടെങ്കിലും അധ്വാനിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും ബഹുമാനത്തോടെ കാണേണ്ട കാര്യമാണ്. വിയർപ്പൊഴുക്കുന്നത് അത് ഏത് തരത്തിലുള്ള ജോലിയായാലും, ഏത് തരത്തിലുള്ള യോഗ്യതയുള്ളവരായാലും. ഞാൻ എൻ്റെ ആ സുഹൃത്തിനെ, പുള്ളി എൻ്റെ സുഹൃത്തായതിൽ എനിക്ക് തന്നെ അഭിമാനമായി. ഞാനത് 10 സ്ഥലത്ത് പറഞ്ഞായിരുന്നു, കാരണം എൻ്റെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞ് തന്നെ ഞാൻ പറഞ്ഞു. നമുക്കത് സന്തോഷമുള്ള കാര്യമാണ്. കാരണം അതാണ് യഥാർത്ഥത്തിൽ നമുക്കുണ്ടാകേണ്ട മനോഭാവം. എല്ലാവരെയും നമ്മൾ ഒരുപോലെ ആദരവോടെയും ബഹുമാനത്തോടെയും കാണണം. അപ്പം അധ്വാനം നമ്മുടെ കടമയാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്. അധ്വാനം മനുഷ്യൻ്റെ കടമയാണെന്നതിൽ യാതൊരു സംശയവുമില്ല. അധ്വാനിക്കുക, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം അല്ലേ, കഠിനാധ്വാനം ചെയ്യണം, നമ്മുടെ കടമയാണ്. അതിനകത്ത് ഈ പറഞ്ഞ ഒഴിവുകഴിവുകളൊന്നുമില്ല. അധ്വാനിച്ച് ജീവിക്കാനുള്ള ആഹ്വാനം ബൈബിളിൽ നമുക്ക് കാണാം, പല സ്ഥലത്ത് കാണാം. നമുക്ക് ഇന്നത്തെ ദിവസം നമുക്ക് അധ്വാനവുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രധാനപ്പെട്ട കൊട്ടേഷൻസൊക്കെ ബൈബിളിൽ നമുക്ക് കാണാം. നിയമാവർത്തന പുസ്തകത്തിൽ പറയുന്നു, 6 ദിവസം അധ്വാനിക്കുകയും എല്ലാ ജോലികളും നിർവഹിക്കുകയും ചെയ്തുകൊള്ളുക. 6 ദിവസം അധ്വാനിക്കുകയും എല്ലാ ജോലികളും നിർവഹിക്കുകയും ചെയ്തുകൊള്ളുക. നിയമാവർത്തന പുസ്തകത്തിൽ, പഴയ നിയമത്തിൽ കൃത്യമായിട്ട് അത് പറയുന്നുണ്ട്. ബൈബിളിൽ ഒത്തിരി സ്ഥലത്ത് ഇതുപോലെ അധ്വാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇനി മനുഷ്യൻ സ്വഭാവേന തൊഴിലാളിയാണ്, തൊഴിൽ ചെയ്തില്ലെങ്കിൽ അവൻ പൂജ്യമാണ്, വട്ടപൂജ്യമാണ്. പ്രശസ്തനായ ഒരു ചിന്തകൻ്റെ വാക്കുക. മനുഷ്യൻ സ്വഭാവേന തൊഴിലാളി, നമ്മളൊക്കെ തന്നെ സ്വഭാവേന തൊഴിലാളികളാണ്. ജോലി ചെയ്യാൻ അതിനുള്ള കഴിവും പ്രാപ്തിയൊക്കെ ഉള്ളവരാണ്. ഇനി തൊഴിൽ ചെയ്തില്ലെങ്കിലും നമ്മൾ വട്ടപൂജ്യം, ബിഗ് സീറോ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, ഈ ലോകത്ത് ഒരു തൊഴിലും ചെയ്യാതെ തൊഴിൽ ചെയ്യാൻ പോകുന്നവരെ കുറ്റം പറയുന്ന അത് തൊഴിലായി സ്വീകരിച്ച കുറേ ആൾക്കാരുണ്ട്. അവർ യഥാർത്ഥത്തിൽ ബിഗ് സീറോസാണ്, വെറും പൂജ്യങ്ങൾ മാത്രമാണ്. ഇനി നാം ഓരോരുത്തരും നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കേണ്ടവരാണ്. അതിനാൽ അധ്വാനിക്കുക തന്നെ ചെയ്യുക നമ്മുടെ കടമയാണ് അല്ലേ. നമ്മുടെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട്, നമ്മൾ അധ്വാനം കൊണ്ട്, നമ്മുടെ കഷ്ടപ്പാട് കൊണ്ട് നമ്മൾ ഓരോ ദിവസത്തെയും നമ്മുടെ ജീവിതം, അല്ലെങ്കിൽ അപ്പം ഭക്ഷിക്കുക, നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക. അത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അപ്പം ഈ ഏറ്റവും ആദരവോടെ നമ്മൾ ചെയ്യേണ്ടതും നമ്മുടെ കടമയായിട്ട് നമ്മൾ ഏറ്റെടുത്ത് ചെയ്യേണ്ടതുമാണ് നമ്മുടെ അധ്വാനം എന്ന്, നമ്മുടെ ജോലി എന്ന് പറയുന്നത്. നമ്മൾ കഠിനാധ്വാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്തം തന്നെയാണ്. ഇനി ഞാൻ പറഞ്ഞില്ല, വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇഷ്ടം പോലെ കൊട്ടേഷൻസ് ഉണ്ട്. അതിൽ ചില കൊട്ടേഷൻസ് മാത്രം ഞാൻ ഇവിടെ ഒന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ഒന്ന് പ്രഭാഷകൻ്റെ പുസ്തകം 40-ാം അധ്യായം 18-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. നിങ്ങളതൊന്ന് കേട്ടോ, അതൊന്ന് കഴിഞ്ഞ ക്ലാസ്സുകളൊന്നും ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചില്ലായിരുന്നു ആ സമയത്തൊന്നും എഴുതിയെടുക്കാൻ. പക്ഷേ ഇന്ന് നിങ്ങൾ ഒരു പേപ്പറും ഒരു പേനയും ഒന്ന് എടുക്കാവോ? തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. നിങ്ങൾ എന്നിട്ട് ഈ പറഞ്ഞ കൊട്ടേഷൻസൊക്കെ ഒന്ന് കുറിച്ച് വെച്ചേ.
നിങ്ങൾ പേപ്പർ പേനയെ നമ്മളത് ഒന്നും നല്ലതാണ്, നമുക്കൊന്ന് ഹൃദയസ്ഥമാക്കാൻ നല്ലതാണ്. നമുക്ക് എപ്പോഴെങ്കിലും ഈ പറഞ്ഞ പോലെ ഈ വേർപ്പിൻ്റെ അസുഖമുള്ള ചില ആൾക്കാരുണ്ടല്ലോ, എനിക്ക് അധ്വാനിക്കാൻ പറ്റത്തില്ല, എനിക്ക് വേർപ്പിൻ്റെ അസുഖമുള്ളത്, അങ്ങനെ പറയുമ്പോഴത്തേക്കിനും ഈ പറഞ്ഞ കാര്യം ഒന്ന് വൃത്തിയായിട്ട് വായിച്ചാൽ മതി. നമുക്ക് നല്ലൊരു മരുന്നാണ് ഇത്. ഈ പറഞ്ഞ വേർപ്പിൻ്റെ അസുഖമുള്ളവർക്ക് ആ അസുഖം മാറാൻ വേണ്ടി പറ്റിയ കുറേ കൊട്ടേഷൻസാണ്. വിശുദ്ധ ഗ്രന്ഥം തന്നെ, ബൈബിൾ തന്നെ, ദൈവം നമ്പർ തന്നെ നമ്മളോട് പറയുകയാണ്, അല്ലെങ്കിൽ ദൈവം തന്നെ നമ്മളോട് സംസാരിക്കുകയാണ് അധ്വാനത്തെക്കുറിച്ച്. അപ്പോൾ അതിൽ ഒന്നാമത്തെ അപ്പോൾ നിങ്ങൾ പേപ്പറും പേനയും എടുത്തുനിന്ന് വിശ്വസിക്കുന്നു. പ്രഭാഷകൻ 40:18 പറയുന്നു, സ്വാശ്രയശീലനും അധ്വാനപ്രിയനും ജീവിതം മധുരമാണ്. സ്വീറ്റ് ലൈഫ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, എപ്പോഴാണ് ലൈഫ് സ്വീറ്റ് ആകുന്നത്? ഈ വേറെ സ്വീറ്റ് ആ പരിപാടിയൊന്നുമില്ല. ആ സ്വീറ്റൊക്കെ അവസാനം കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും ഷുഗർ വന്നങ്ങ് തീരും, ഏതെങ്കിലും രീതിയിലുള്ള അസുഖം വന്ന് നമ്മളങ്ങ് തീരും. പക്ഷേ അങ്ങനെയല്ല, ജീവിതം എന്നും എവർലാസ്റ്റിംഗ് സ്വീറ്റ്നസ് എന്ന് പറയുന്നത് എന്താ പറയുന്നത്? സ്വാശ്രയശീലനും അധ്വാനപ്രിയനും ജീവിതം മധുരമെന്നാണ് പറയുന്നത്. ജീവിതം മധുരിക്കണ്ടേ? മധുരിക്കുന്ന ജീവിതം എന്ന് പറയുന്നത് വേറെ ഒന്നും വെച്ച് നമുക്ക് മധുരിപ്പിക്കാൻ പറ്റത്തില്ല. ഇനി വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, ചേരുവകളൊന്നുമില്ല, ഇരട്ട കാര്യമേ ഉള്ളൂ. വീണ്ടും മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ തമ്പുരാൻ കർത്താവ് തന്നെ പറയുകയാണ്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. തമ്പുരാൻ കർത്താവ് പറയുക, വാ ആരാ വരേണ്ടത്? അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും കഷ്ടപ്പെടുന്നവരൊക്കെ വാ, എനിക്ക് ചേർത്ത് പിടിക്കാൻ ദൈവം പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകൾ നമ്മൾ പറഞ്ഞല്ലോ, ദൈവത്തിൽ ആശ്രയിച്ച് കഠിനാധ്വാനം ചെയ്ത ഒരു മനുഷ്യനെ ലോകത്തിൽ പരാജയപ്പെട്ടു പോയിട്ടില്ല. തമ്പുരാൻ ഇങ്ങനെ ചേർത്ത് പിടിക്കും. ഓർത്ത് നോക്കിയേ, ഈ കഠിനാധ്വാനം ചെയ്യുന്നതിന് ഈശോ ഇങ്ങനെ കെട്ടിപ്പിടിക്കും. ഇത് പറയും എന്ത് സൗഭാഗ്യം നമുക്കുള്ളത്. പക്ഷേ ഈശോ കെട്ടിപ്പിടിക്കണമെങ്കിൽ ചുമ്മാ വഴിക്കൂടെ നടന്നു പോയിട്ട് ജോലിക്ക് പോകുന്നതിനെ കുറ്റം പറഞ്ഞിരുന്നിട്ടോ അല്ലെങ്കിൽ വേർപ്പിൻ്റെ അസുഖം ഉണ്ടെന്ന് പറഞ്ഞ് ഫാൻ്റെ കീഴിൽ ഇരുന്ന് ടി വി കണ്ടിരുന്നിട്ട് കാര്യമില്ല. ഈശോ ചേർത്ത് പിടിക്കണമെങ്കിൽ അധ്വാനിക്കുകയും ഭാരം വഹിക്കുകയും ചെയ്ത് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവം ഇങ്ങനെ ചേർത്ത് പിടിക്കും. വീണ്ടും നമ്മൾ പൗലോസ്ലീഹ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 4:12 ഇങ്ങനെ പറയുന്നു, സ്വന്തം കൈകൊണ്ട് ഞങ്ങൾ അധ്വാനിക്കുന്നു. പൗലോസ്ലീഹ തന്നെ പറയുക, വേറെ ആരെയും അവരങ്ങനെ ചെയ്തു ഇവരങ്ങനെ ചെയ്തു എന്നുള്ളതല്ല, ഞങ്ങൾ സ്വന്തം കൈകൊണ്ട് അധ്വാനിക്കുന്നു. പൗലോസ്ലീഹ ഈ സുവിശേഷ പ്രഘോഷണവും വചന പ്രഘോഷണവും നടത്തുമ്പോൾ തന്നെ സ്ലീഹ പറയുകയാണ്, ഞങ്ങൾ സ്വന്തം കൈകൊണ്ട് അധ്വാനിക്കുന്നു. അതായത് സുവിശേഷ പ്രഘോഷണം എന്ന് പറഞ്ഞാൽ വലിയൊരു അധ്വാനം, വലിയൊരു ജോലി. അതിനൊപ്പം തന്നെ അധ്വാനം അല്ലെങ്കിൽ സ്വന്തം കൈകൊണ്ട് അധ്വാനിക്കുകയും ജോലികൾ ചെയ്യുകയും ഒക്കെ ചെയ്ത് എല്ലാത്തിനും സമയം കണ്ടെത്തി മുന്നോട്ട് പോകുന്ന സ്ലീഹ തന്നെ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 3:8 ഇങ്ങനെ പറയുന്നു, ആർക്കും ഭാരമാകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ രാപകൽ കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്തു. രാപകൽ കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്യുന്ന പൗലോസ്ലീഹായും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള വ്യക്തികളും. വീണ്ടും 2 തെസ്സലോനിക്ക തന്നെ കുറച്ചും കൂടെ ആ പാസേജ് തന്നെ കുറച്ച് മുന്നോട്ട് പോകും 3:10 ഇങ്ങനെ പറയുന്നു, അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ. പട്ടിണിയാകും കേട്ടോ, അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ. ഇപ്പം നിങ്ങൾ വിഷമിക്കേണ്ട, ഇപ്പം നിങ്ങൾ ചെയ്യേണ്ട ജോലി നന്നായിട്ട് പഠിക്കുക, അതാണ് നിങ്ങൾ അധ്വാനിക്കേണ്ടത്. കുറച്ച് കഴിഞ്ഞിട്ട് ജോലിയൊക്കെ പോകാൻ അവസരം കിട്ടുമ്പോൾ അയ്യോ എന്നെക്കൊണ്ട് പറ്റത്തില്ല, അത്രയും ദൂരെ പോയി ജോലി ചെയ്യാനോ അല്ലെങ്കിൽ ഇത്രയും അടുത്തിരുന്ന് ജോലി ചെയ്യാനോ, എൻ്റെ സ്വപ്നങ്ങൾ മുഴുവൻ ഇന്ത്യക്ക് വെളിയിൽ ഔട്ട്സൈഡ് ഇന്ത്യ, ഞാൻ ഇങ്ങനെ മരം കോശുന്ന തണുപ്പിൽ മൂടിപ്പതച്ച് സ്വെറ്ററൊക്കെ ഇട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് ജോലി ചെയ്യുന്നത്, ഇന്ത്യയിലോ കേരളത്തിലോ ജോലിയൊന്നും പറ്റത്തില്ല എന്നും പറഞ്ഞ് വീട്ടുകാർക്കൊരു ജോലിയായി മാറി ഇരുന്ന് കഴിഞ്ഞാൽ ഫുഡ് അടിക്കാൻ പറ്റത്തില്ല കേട്ടോ. ബൈബിളൊക്കെ അനുസരിച്ച് ജീവിക്കുന്ന ക്രിസ്ത്യാനിയാണെങ്കിൽ. അല്ല, എനിക്ക് ഇഷ്ടപ്പെട്ട ജോലി കിട്ടിയിട്ടേ ഞാൻ ചെയ്യത്തുള്ളൂ. ഇഷ്ടപ്പെട്ട ജോലി എന്ന് പറഞ്ഞാൽ മുമ്പേ പറഞ്ഞ പോലെ ഡിസ്ട്രിക്ട് കളക്ടറോ അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറിയുടെ ഒക്കെ പോസ്റ്റ് ആയിരിക്കും. ഇഷ്ടപ്പെടാത്ത ജോലി കിട്ടിയതുകൊണ്ട് ഞാൻ ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. പൗലോസ്ലീഹ പറയുക, അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ. അപ്പം സൂക്ഷിച്ചോളൂ കേട്ടോ, ജാഗ്രത. വീണ്ടും എഫെസസ്യർക്ക് എഴുതിയ ലേഖനം 4:28 സ്ലീഹ ഇങ്ങനെ പറയുന്നു, മോഷ്ടാവ് ഇനിമേൽ മോഷ്ടിക്കരുത്, കള്ളനെ പോലൊന്ന് ഉപദേശം നേരെയാക്കുക. അതുകൊണ്ട് പറയുന്നത് എന്താ? അവനില്ലാത്തവരുമായി പങ്കുവയ്ക്കുവാൻ എന്തെങ്കിലും സമ്പാദിക്കുന്നതിന് വേണ്ടി സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായി ജോലി ചെയ്യട്ടെ. മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ സ്വന്തം കൈകൊണ്ട് മാന്യമായി ജോലി ചെയ്യാൻ മോഷ്ടാവിന് ഉപദേശിക്കുന്ന സ്ലീഹ. ബൈബിൾ ഇഷ്ടം പോലെ പാസേജ് ഉണ്ട്. ഈ പറഞ്ഞ ഭാഗങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഞാൻ എടുത്തതാണ്. നിങ്ങൾ ഇത്രയും ഭാഗം എഴുതി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും തൊഴിലാളികൾക്കുള്ള വേതനം, നമ്മൾ തൊഴിലുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ വേറെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് തൊഴിലാളികൾക്കുള്ള വേതനം. അധ്വാനത്തിൻ്റെ പ്രതിഫലമാണ് വേതനം എന്നറിയപ്പെടുന്നത്. നമ്മൾ ചെയ്യുന്ന ജോലിക്ക് നമ്മൾ അധ്വാനിക്കുന്നുള്ള പ്രതിഫലം, എൻ്റെ സമയം ഞാൻ കൊടുത്തതിന്, ഞാൻ എൻ്റെ സമയം അവിടെ സ്പെൻഡ് ചെയ്തപ്പോഴത്തേക്കിനും അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം ഈ ജോലി ചെയ്യാൻ വേണ്ടി ചിലവഴിച്ചപ്പോഴത്തേക്കിനും ഞാൻ അതിനുവേണ്ടി മാറ്റിവെച്ചതിന് പ്രതിഫലമായി കിട്ടുന്ന തുകയാണ് അല്ലെങ്കിൽ പ്രതിഫലമാണ് വേതനമെന്ന് പറയുന്നത്. നീതിയുക്തമായ വേതനമാണ് ഒരു സമൂഹത്തിൻ്റെ നീതി അളക്കുന്നതിൻ്റെ സുപ്രധാന മാർഗം. നമ്മൾ വേതനത്തെക്കുറിച്ചൊക്കെ ഇപ്പോൾ ചിന്തിക്കുമ്പം പുരുഷനായാലും സ്ത്രീ ആയാലും ജാതി വർണ്ണ വർഗ വ്യത്യാസങ്ങളില്ലാതെ എല്ലാവർക്കും ഒരേ തരത്തിലുള്ള വേതനം കിട്ടുവാനും അവരുടെ അധ്വാനം അനുസരിച്ചുള്ള വേതനം അവർക്ക് ലഭിക്കുവാനുമുള്ള അവകാശമുണ്ട്. ഇനി അതുപോലെ തന്നെ വേറെ കാര്യമുണ്ട്, അർഹതപ്പെട്ട വേതനം തീർച്ചയായിട്ടും വേണം. അതേസമയം അർഹതയില്ലാത്ത വേതനവും നമ്മൾ ചോദിക്കരുത്, അത് വലിയ തെറ്റാണ്. അർഹതയില്ലാത്ത വേതനം കൈപ്പറ്റാൻ ശ്രമിക്കുന്നവരുമുണ്ട്. അധ്വാനഭാരം വഹിക്കാതെ വേതനത്തിൽ മാത്രം കണ്ണുവെക്കുന്നവർ സാമ്പത്തിക അനീതിക്ക് കാരണക്കാരായിട്ട് മാറുന്നു.
ജോലി ചെയ്യാൻ പറ്റത്തില്ല, ബുദ്ധിമുട്ടാണ്. ശമ്പളമാണ് ഭയങ്കര സന്തോഷമാണ്. ജോലി പോട്ടെ ശമ്പളം വരട്ടെ, ജോലി പോട്ടെ ശമ്പളം വരട്ടെ, ആ പരിപാടി നടക്കത്തില്ല. അത് നല്ല ഒന്നാന്തരം അനീതിയാണെന്നാണ് സഭ പഠിപ്പിക്കുന്നത്, ദൈവം പറയുന്നത്. ഇനി വീണ്ടും തൊഴിലിൻ്റെ സാമൂഹിക മാനവും കൂടെ നമുക്ക് പറഞ്ഞ് ഈ ഒരു പാഠം അവസാനിപ്പിക്കാം. ഒരു സോഷ്യൽ ഡയമെൻഷൻ ഉണ്ട് തൊഴിലിന്, എല്ലാ തൊഴിലിനും. സാമൂഹികമായ പല മാനങ്ങളും ഉൾക്കൊള്ളുന്നതാണ് തൊഴിൽ. തൊഴിൽ മനുഷ്യ സേവനത്തിനുള്ള ഏറ്റവും നല്ല അവസരമാണ്. അതിനാൽ സഹകരണവും ഐക്യവും സേവന മനോഭാവവും വളർത്തുന്നവരാകണം തൊഴിലാളി. നിങ്ങൾക്കറിയാം, നമ്മൾ സമൂഹത്തിൻ്റെ പുനർനിർമ്മിതിക്ക്, അല്ലെ, സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക്, വികസനത്തിനൊക്കെ എല്ലാ തൊഴിലും ആവശ്യമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ, ഒരു തൂപ്പ് ജോലി ചെയ്യുന്ന ആളായിക്കൊള്ളട്ടെ, ഒരു കർഷക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗവൺമെൻറ് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളായിക്കൊള്ളട്ടെ, അധ്യാപകൻ എന്തുമായിക്കൊള്ളട്ടെ, ഇവരൊക്കെ തന്നെ സമൂഹത്തിൻ്റെ നിർമ്മാണത്തിൽ പങ്കാരാകുക, അല്ലേ? അപ്പം തൊഴിൽ മനുഷ്യ സേവനത്തിന് മുഖമുണ്ട്. നമ്മുടെ മുന്നിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന തൊഴിലിൻ്റെ ഫലം അനുഭവിക്കുന്ന കുറേയധികം ആൾക്കാർ സമൂഹത്തിലുണ്ട്. നമ്മൾ ശരിക്കും ഒരു സർവീസ്, സേവനം അത്. അപ്പോൾ തൊഴിൽ അങ്ങനെ വലിയൊരു സാമൂഹിക മാനമുണ്ട്. അത് ഏത് ചെറിയ ജോലിയാണെങ്കിലും ഏത് വലിയ ജോലിയാണെന്നുണ്ടെങ്കിലും. റോഡ് വക്കിൽ വൃത്തിയാക്കുന്ന ഒരു മനുഷ്യൻ, റോഡ് വക്കിൽ ക്ലീൻ ചെയ്യുന്ന നമ്മുടെ ശുചീകരണ തൊഴിലാളികളായിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾ, ഒരു വലിയ ജോലി. അവരത് വൃത്തിയാക്കിയില്ലെങ്കിൽ ആര് ചെയ്യും? നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ. അപ്പോൾ എല്ലാ ജോലിക്കും ഒരു സാമൂഹിക മാനമുണ്ട്. നിങ്ങൾ ഓർത്തുകൊള്ളുക, നിങ്ങൾ ചെയ്യുന്ന ഏതൊരു ജോലി, നമുക്ക് ഭാവിയിൽ ഒരു ജോലി കിട്ടുമ്പോൾ അത് ഏത് തൊഴിലായാലും ആ തൊഴിലിന് ഒരു സോഷ്യൽ ഇമ്പാക്റ്റ്, സൊസൈറ്റി, സമൂഹത്തിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ, ഒരു ചലനം സൃഷ്ടിക്കുവാൻ സാധിക്കും. എല്ലാ തൊഴിലും ഒരു സാമൂഹിക മാനമുണ്ട്. ആ ഒരു ചിന്തയിൽ നമ്മുടെ എല്ലാ ജോലിയും നിങ്ങൾ സമീപിക്കുക. ഏത് ജോലി കാണുന്നവർ ആരെയും കുറച്ച് കാണാതെ എല്ലാ തൊഴിലും ഈ സമൂഹത്തിൽ നിർമ്മിതിക്ക് ആവശ്യമാണെന്നുള്ള ബോധ്യത്തിൽ നമുക്ക് നമ്മുടെ പാഠം അവസാനിപ്പിക്കാം. നിങ്ങൾ ഓർക്കുക, തൊഴിലില്ലായ്മ, ജോലിയില്ലാത്ത അവസ്ഥ ഭീകരമാണ് കുഞ്ഞുങ്ങളെ. ഇപ്പോൾ നിങ്ങളിപ്പോൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അവസ്ഥ അറിയത്തില്ല. തൊഴിലില്ലായ്മ മനുഷ്യൻ്റെ ജീവിതത്തെ ദുഷ്കരമാക്കി മാറ്റുന്നുണ്ട്. ജോലിയില്ലാത്ത എത്രയോ പേരല്ലേ, അത് ചെറുപ്പക്കാർ മാത്രമല്ല, കുടുംബമായിട്ട് കഴിയുന്നവർ, പ്രത്യേകിച്ച് ഈ വറുതിയുടെ ഈ കാലഘട്ടത്തിൽ. അത് നിങ്ങൾ ഓർക്കുക, ജോലിയില്ലാത്തവർ. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും അവ ഉപയോഗപ്പെടുത്താനും നാം ശ്രമിക്കേണ്ടതുണ്ട്. തൊഴിലാളികളും തൊഴിലുടമകളും സഹകരണ മനോഭാവത്തോടെ വർത്തിക്കേണ്ടവരാണ്. ഈ ഏകതാഭാവം ലോകത്തിൻ്റെ ഐക്യത്തിനും പുരോഗതിക്കും വഴിതെളിക്കും. തൊഴിൽ നൽകുന്നവനും തൊഴിൽ ചെയ്യുന്നവനും ഒരുമിച്ച് ഞങ്ങളുടെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന തിരിച്ചറിവിൽ മുന്നോട്ട് പോവുക. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മൾ ഈ പാഠം അവസാനിപ്പിക്കുന്നു. ഇന്ന് ഞാനൊരു അസൈൻമെൻറ്റ് നിങ്ങളോട് പറഞ്ഞല്ലോ, നിങ്ങൾ ഓൾറെഡി ചെയ്ത് കാണും. നിങ്ങൾ ആ വിശുദ്ധ ഗ്രന്ഥഭാഗം എഴുതി വെക്കുക. രണ്ടാമതൊരു അസൈൻമെൻറ്റ്, ഇത് ഒരു പ്രാർത്ഥനയുടെ അസൈൻമെൻറ്റാണ്. പ്രാർത്ഥിക്കണം കേട്ടോ. സാറിന് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ഒപ്പം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, നമ്മൾ ഈ സ്ലൈഡിൻ്റെ ആദ്യം കണ്ടോ, തൊഴിലില്ലായ്മ എന്ന് പറയുന്ന വലിയൊരു ബുദ്ധിമുട്ട്. ഇന്ന് ഒത്തിരി പേര്, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ഒത്തിരി കുടുംബനാഥന്മാർ തൊഴിലില്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട്. അവരൊക്കെ ജീവിതത്തിൽ ദൈവം പ്രത്യാശയുടെ അനുഭവമായിട്ട് അവർക്ക് ഒരു നല്ല ജീവിത അവസ്ഥ ദാനം ചെയ്യുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങൾ വരുത്താൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതാണ് ഇന്ന് നിങ്ങൾക്കുള്ള ജോലി. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ പാഠം അവസാനിപ്പിക്കാം. നിങ്ങളെല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക, ആയിരിക്കുന്നിടത്ത് കൈകൾ കൂപ്പുക, കണ്ണടയ്ക്കുക. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ ഒരിക്കൽ കൂടി അങ്ങയുടെ സന്നദ്ധിയിൽ പരിപൂർണമായി സമർപ്പിക്കുന്നു. ഈശോയെ, ഞങ്ങൾ പറഞ്ഞതുപോലെ, ഞങ്ങൾ മനസ്സിലാക്കിയ പോലെ തൊഴിലിൻ്റെ മഹാത്മ്യം അത് ഞങ്ങളുടെ കടമയാണെന്നും അത് വലിയ മഹത്വമുള്ള കാര്യമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ദൈവമേ, തൊഴിലിൻ്റെ മഹാത്മ്യം മനസ്സിലാക്കി തൊഴിൽ ചെയ്യുന്നവരായിട്ട്, അങ്ങേക്ക് ഇഷ്ടമുള്ള വ്യക്തികളായിട്ട്, അർഹമായ ശമ്പളം കൊടുക്കുന്ന, അർഹമായ ശമ്പളം മാത്രം വാങ്ങുന്ന നല്ല വ്യക്തിത്വങ്ങളായിട്ട് മാറുവാൻ ഞങ്ങളുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതം ഐശ്വര്യപൂർണ്ണമാക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, വിശുദ്ധ ഔസേ പിതാവേ, ഞങ്ങളുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായെ, സകല വിശുദ്ധരെ, സകല മാലാഹമാരെ, ഞങ്ങൾക്ക് വേണ്ടിയും ഈ ലോകത്തിൽ തൊഴിലില്ലാതെ ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും വേണ്ടിയും നിങ്ങളുടെ മാധ്യസ്ഥം ഉണ്ടാകണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.